പഠിക്കുന്നതിൽ അത്യാവശ്യം നല്ല സാമർഥ്യവും നല്ല മെമ്മറി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഞാൻ പറയുന്നത് നല്ല ഷാർപ്പ് മെമ്മറി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആര്യമ്പാട സ്കൂളിൽ നിന്നാണ് ഹൈസ്കൂളിൽ പഠിച്ചത്. ആര്യമ്പാട സ്കൂളിലെ 91 മുണ്ടത്തിക്കോട് പഞ്ചായത്തിലത്തെ SLC ടോപ്പ് സ്കോററായിരുന്നു ഞാൻ. ടീച്ചർമാർക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ അച്ഛനാവാൻ പോകുന്നത്. അതേസമയം എൻ്റെ തൊട്ടടുത്ത എല്ലാ സഹപാഠികൾക്കറിയാം ഞാൻ അച്ഛനാവാൻ പോകുന്നുള്ളത്. അപ്പോൾ അച്ഛനാവാൻ പോകുന്നു എന്നുള്ളത് എന്നെ അറിയാത്തവർക്ക് ഒരു ഷോക്കും അറിയുന്നവർക്ക് അത് വലിയ ഷോക്കല്ല, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ പലരും വിചാരിച്ചിരുന്നത് മാതാപിതാക്കൾ നേർന്ന കാരണം അങ്ങനെ. പക്ഷെ സത്യം അതല്ല. ശരിക്കും നമ്മളുടെ അന്നത്തെ ഇടവകയുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വൊക്കേഷനെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഞാനും എൻ്റെ ചേട്ടൻ 2 കൊല്ലം മൂത്തതാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് സെമിനാരിൽ ചേരാനിരുന്നത്. ആള് +2 കഴിഞ്ഞിട്ടും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും. പക്ഷേ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഞങ്ങൾ രാത്രിയിൽ ഒരു റൂമിലാണ് കിടന്നുറങ്ങുക, രാത്രി പഠിക്കുന്നത് വേറെ റൂമിലാണ്. അപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് രാത്രിയിൽ ചേട്ടൻ വിളിക്കുമ്പോൾ ചേട്ടൻ്റെ റൂമിലേക്ക് പോയിരുന്നത്. ഞങ്ങൾ 2 പേരും രഹസ്യമായി പ്രാർത്ഥിച്ചിട്ടാണ് രാത്രി കിടക്കുക. ദൈവവിളി എന്താണെന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും അച്ഛനാവുക എന്നുള്ളൊരു കാര്യത്തിൽ വിട്ട് വേറൊരു ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷേ പിന്നീട് ചേട്ടനെ ഈ സിസ്റ്റർ ആൻറ്റി പിന്തിരിപ്പിച്ചു. 2 ആൺമക്കളുള്ള 2 പേരും പോയാൽ ഡാഡിക്ക് ആരാണ്ടാവുക അങ്ങനെയുള്ള. പക്ഷെ ഞാനതിൽ ഉറച്ചു നിന്നു. ഞാൻ സെമിനാരിൽ ചേർന്നു. ഇനി ഞങ്ങൾ കല്യാണത്തിൽ ചേരാണ്ടായ കാരണം അന്ന് കാലത്ത് എങ്ങനെയാണെങ്കിലും അച്ഛനാണെന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു. നമ്മളുടെ ഇടവകയിൽ നിന്ന് 2 പേരാണ് ഫൈനൽ സെലക്ഷൻ ക്യാമ്പിന് പോയിരുന്നത്. ഞാനും ഒരു വിൻസെൻ്റ് PP, ഇപ്പോൾ പോലീസ് SI ആയിട്ടുള്ള പുത്തിരി വിൻസെൻ്റ്. അപ്പോൾ ഒരു ഇടവകയിൽ നിന്ന് ഒരാൾക്കേ സെലക്ഷൻ കിട്ടുള്ളൂ, പ്രത്യേകിച്ച് വലിയ ഇടവകയിൽ നിന്ന്. കാരണം പുതിയ ഇടവകൾ വരുമ്പോൾ അവർക്ക് ചാൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് സംശയം, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ തള്ളപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അന്നാണ് കല്യാൺ രൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള ന്യൂ റിക്രൂട്ട്സ് നടക്കുന്ന സമയം. കാരണം 88 കല്യാൺ രൂപത സ്ഥാപിതമായത്. അതൊരു തൃശ്ശൂർ രൂപതയുടെ ഒരു പുത്രിക രൂപത പോലെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ടീം ഓഫ് അച്ഛന്മാരൊക്കെ തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ളവരായിരുന്നു അവിടെ പ്രവർത്തിക്കാൻ പോയത്. അപ്പോൾ 91 ചേരുമ്പോൾ അപ്പോൾ ഞങ്ങൾ 2 പേർക്കും സെമിനാരിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. ഞാൻ കല്യാൺ രൂപതയ്ക്കും പേര് കൊടുക്കാം, വിൻസെൻ്റ് തൃശ്ശൂർ രൂപതയ്ക്കും. പല നിർഭാഗ്യവശാൽ പല കാരണങ്ങളാൽ വിൻസെൻ്റ് അഡ്മിഷൻ കിട്ടിയില്ല, എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ കല്യാൺ രൂപതയുടെ ഭാഗമായി ചേർന്നു. അന്ന് കല്യാൺ രൂപതയ്ക്ക് സ്വന്തമായിട്ട് മൈനസെമിനാരികളൊന്നുമില്ല. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണോ നമ്മൾ വരുന്നത് അതത് സ്ഥലത്തെ മൈനസെമിനാരികളിലാണ് ഞങ്ങളെന്നെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ആളായതുകൊണ്ട് തൃശ്ശൂർ തോപ്പ് മൈനസെമിനാരിയിൽ 3 വർഷം അവിടെ എന്നെ അവിടെ ആക്കി. ആ 3 വർഷത്തെ പഠനത്തിന് ശേഷം പിന്നെ ഫിലോസഫി പഠനത്തിനായിട്ട് നാഷണൽ സെമിനാരി ആയിട്ടുള്ള പൂനെ സെമിനാരിലേക്ക്. കാരണം പഠിക്കാൻ അല്പം മിടുക്കനായതുകൊണ്ടും അങ്ങനെ ഇപ്പോൾ കല്യാൺ രൂപതയിൽ സേവനം ചെയ്യാനുള്ളത് കൊണ്ടും അധികാരികൾ അന്ന് നമ്മുടെ ബോസ്കോ പിതാവാണ് അന്നത്തെ റെക്ടർ. ബോസ്കോ പിതാവ് എന്നെ പൂനെ സെമിനാരിലേക്കാണ് വിട്ടത്. പൂനെ സെമിനാരിയിലെ തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, റീജൻസി ഞാൻ പൂനെയിലാണ് ചെയ്തത്. അതിനുശേഷം 2001 ഡിസംബർ 31 വൈദ്യ പട്ടം സ്വീകരിക്കുന്നത്. പൂന സെമിനാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൈന സെമിനാരിയിലും ഇവിടെ പള്ളിയിലും എല്ലാം ഒരു പുസ്തകപ്പുഴു എന്നൊക്കെ പറയാം. മീൻസ് ഒരു സൊസൈറ്റിയുടെ ഭാഷയിൽ നല്ല കുട്ടി, നന്നായി എല്ലാം പഠിക്കും, എല്ലാ കാര്യങ്ങളും നല്ല ഒബീഡിയൻസ് ആയിട്ട് ചെയ്യും, ഒരു ആരെക്കൊണ്ടും ഒരു ചീത്ത അഭിപ്രായം കേൾപ്പിക്കില്ല, അങ്ങനെ ഒരു നല്ല വിത്തിൻ ബ്രാക്കറ്റ് ഇൻവെർട്ടഡ് ബ്രാക്കറ്റ് അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പൂനെയിലേക്ക് പോകുന്ന സമയത്ത് ബോസ്കോ അച്ഛൻ അന്ന് റെക്ടറായിരുന്നു. അച്ഛൻ പറഞ്ഞു, എടോ ചിറ്റിലപ്പള്ളി, താൻ ഉഴപ്പനാവണം. ഉഴപ്പനാവുന്നത് ഉഴപ്പി നശിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിൽ എന്തൊക്കെ ഉഴപ്പുകളുണ്ടെന്ന് അറിയണം, അല്ലെങ്കിൽ നമ്മളറിയാതെ ട്രാപ്ഡ് ആകും. അപ്പോൾ ഇവിടെ താൻ കുറേ കൂടി ഒന്ന് ഉഴപ്പനാവണം
എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അപ്പോൾ അന്ന് കാലത്തൊക്കെ നമ്മുടെ രക്തച്ചന്മാരൊക്കെ ആയിട്ട് കത്തിടപാടുകളിലൂടെ സൗഹൃദം പുലർത്തുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. എനിക്ക് ബോസ്കോച്ചൻ ശരിക്കും നല്ല അങ്ങനത്തെ ഒരു ഫീലിയൽ അഫക്ഷനുള്ള ഒരാളായിരുന്നു. കാരണം ബോസ്കോച്ചൻ്റെ വീട് എൻ്റെ അമ്മ വീടിൻ്റെ അടുത്താണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ആത്മബന്ധം കൂടിയുണ്ട്. പിന്നെ ബോസ്കോച്ചൻ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ക്ലിയറായിട്ട് റെസ്പോണ്ട് ചെയ്യും, ഉത്തരം തരും. നമ്മൾ എഴുതുന്ന കത്തുകൾക്കാണെങ്കിലും എൻ്റെ മറുപടി. അങ്ങനെ അപ്പോൾ ഈ ഉപദേശവും പേരിട്ടാണ് ഞാൻ പൂനെയിലേക്ക് പോകുന്നത്. പൂനെയിൽ ഫോർമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജെസ്യൂട്ട്സിൻ്റെ ഫോർമേഷനാണ്. ഈശ്വസഭ വൈദികർ. ഈശ്വസഭ വൈദികർ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ജയൻസാണ് അവർ. അതുപോലെ ഒരു വ്യക്തിയെ അവരിൽ എന്ത് കഴിവാണുള്ളത് എന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക വൈഭവമുള്ള വ്യക്തികളാണ് ജെസ്യൂട്ട്സ്. ഇതിൽ വേറെ നെഗറ്റീവ്സ് എന്തുണ്ടോ ആ നെഗറ്റീവ്സിനെ അവഗണിച്ച് ആ പോസിറ്റീവ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ നല്ലൊരു ഫോർമേറ്റീവ്സ് ക്വാളിറ്റി ഉള്ള വൈദികരാണ് ജെസ്യൂട്ട്സ്. മാത്രമല്ല അവരിൽ പല പേഴ്സണൽ വാല്യൂസ് ഉണ്ട്. പേഴ്സണലി അവരുടെ സിംപ്ലിസിറ്റി, അവരുടെ പാഷൻ ഫോർ ജസ്റ്റിസ്, ഇതൊക്കെ എന്നെ പണ്ട് മുതലേ ആകർഷിച്ചിരുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്നെ ഞാനാക്കി മാറ്റിയത് പൂനെ സെമിനാരിയാണെന്ന് പറയാം. കാരണം പൂനെ സെമിനാരിയിൽ വെച്ച് അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫിയർലെസ്, പേടി കൂടാതെ എന്തും ചെയ്യാനായിട്ട് ഞങ്ങളെന്നെ പരിശീലിപ്പിച്ചത് പൂനെ സെമിനാരിയാണ്. പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല, ഒന്നിനും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റിൽ നിന്ന് പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക, വളരുക. അങ്ങനെയുള്ള ഒരു വിശാല മനസ്കതയുള്ള ഫോർമേറ്റേഴ്സും. അപ്പോൾ അത് വലിയ എന്നെ സ്വാധീനിച്ചു. ഞാൻ എൻ്റെ പല കഴിവുകളും കണ്ടെത്തിയതും എന്നെ ഒരു ഇന്നർ ഫ്രീഡത്തോടു കൂടി സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പഠിച്ചത് പൂനെ സെമിനാരിയാണ്.